ജയിൽ വകുപ്പിലും RSSന്റെ സ്ലീപ്പർ സെൽ സജീവം. ജനുവരിയിൽ ഈ സംഘം കുമരകത്ത് യോഗം ചേർന്നു. ഒത്തുകൂടലിന്റെ ചിത്രങ്ങളും റിസോർട്ടിൽ താമസിച്ചതിന്റെ ബില്ലും മീഡിയ വൺ പുറത്തുവിട്ടു. യോഗം ചേർന്നവർക്കെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും സാധാരണ സ്ഥലം മാറ്റത്തിൽ ജയിൽ വകുപ്പ് നടപടിയൊതുക്കി. ജനുവരി 17 രാത്രി 9:42 കുമരകത്തെ റിസോർട്ടിൽ മുറിയെടുത്തത്. പിറ്റേ ദിവസം രാവിലെ 8:43 റിസോർട്ടിൽ നിന്ന് പോയതായാണ് ബിൽ കാണിക്കുന്നത്. ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കോട്ടയത്ത് തുടക്കമായിരിക്കുന്നു. ഇനി വളർന്നുകൊണ്ടേയിരിക്കും എന്ന പേരിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. RSS പ്രവർത്തകരായ 18 ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിനും ജയിൽ വകുപ്പിനും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. RSS പ്രവർത്തകർ അസാധാരണമായി ഒത്തുകൂടിയിട്ടും യൂണിഫോം സേനയായ ജയിൽ വകുപ്പ് സാധാരണ സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. സർക്കാരിന്റെ പിന്തുണയോടെയാണ് യോഗം ചേർന്നതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അങ്ങനെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ പേരിലും ഒരു നടപടിയും ഉണ്ടാകില്ല. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും കൈക്കൊള്ളുന്നത്. RSSുകാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നും ഭരണഘടനാപരമായി മുന്നോട്ടു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ചേരുന്നതാണ്. ആ ചേരുന്നവർ എന്തും ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകണം. ഗവൺമെന്റ് ആ നിലപാടാണ് സ്വീകരിച്ചത്. യോഗത്തിൽ എന്തെല്ലാം ചർച്ചയായി എന്നത് സംബന്ധിച്ച് സർക്കാർ വിശദമായി അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണാനുള്ളത്. സാജിദ് അജ്മൽ, മീഡിയ വൺ, തിരുവനന്തപുരം.